ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാം, അതേപോലെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ എമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളൂ. അത് മീഷോന്നും മേടിച്ചിട്ടുണ്ട്, അതേപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയുടെ ഇടയിൽ ചെറുതൊന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ, പാൽ കുടിക്കാനായിട്ടാണ്. അപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഉറക്കവും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പം നിങ്ങളൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഉറങ്ങാനുള്ളതിൻ്റെ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഫീഡ് ചെയ്തപ്പോഴത്തേക്കും ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ നോക്കണം, ഇവിടെ നോക്കി സംസാരിക്കാം. അങ്ങനെ ഡയറക്റ്റ് വീഡിയോ എടുത്ത് സംസാരിച്ചിട്ട് ഇല്ലാത്തതുകൊണ്ട് എവിടെ നോക്കി സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും, കുഞ്ഞു ഉറങ്ങാതെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എമ്മിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേൾക്കുന്നുണ്ടാവും എന്ന് തോന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡെലിവറിക്ക് മുന്നേ തന്നെ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം ഡയപ്പറിന് പകരം നമ്മൾ വീട്ടിൽ തുണി കെട്ടിക്കൊടുക്കുമല്ലോ, വെള്ള തുണി കോണാക്കിയിട്ട് കെട്ടിക്കൊടുക്കുമല്ലോ, അതിന് പകരമായിട്ട് കെട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു 12 സെറ്റ് വരുന്ന ഒരു ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ 6 ഇവിടെ ഉള്ളൂ. 6 യൂസ് ചെയ്തിട്ട് കഴുകിയിട്ടേക്കാണ് കേട്ടോ. കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അപ്പം മൂത്രം വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കെട്ടും വേഗഴിച്ച് മാറ്റും, കെട്ടും വേഗഴിച്ച് മാറ്റും. അപ്പോൾ ഇതൊരു ഈ ഒരു 3 മാസത്തേക്കൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം അത്രയേ ഉള്ളൂ അതിൻ്റെ വലിപ്പം. പിന്നെ കുറച്ചുകൂടെ ആക്കുമ്പോൾ പിള്ളേർ വലുതാവുമല്ലോ, അപ്പോൾ അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ ഡെലിവറിക്ക് മുന്നേ, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ള, അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം ടൈമിൽ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഡ്രൈ ഷീറ്റ്സ്. ഇതിങ്ങനെ 3 വരുന്ന ഒരു കോംബോ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ യൂസ് ചെയ്ത് അതിൻ്റെ പരിവക്കേടായിട്ടുണ്ട്. അപ്പോഴാണ് ഇതാണ് ടൈറ്റ്. ഇത്രയാണ് വീതി ഉണ്ടാവുക. അതേപോലെ തന്നെ ബാക്കിൽ ഈ ഒരു കോട്ടിങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യൂറിനൊന്നും ഫ്രണ്ടിലോട്ടൊന്നും ആവില്ല, അതേപോലെ വേറെ എവിടേക്കൊന്നും പോകത്തൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല ഐറ്റമാണ്. പിന്നെ കുറേ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു റഫായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വേറൊരു സൂത്രം കാണിച്ചു. ഇതിങ്ങനെ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് അലക്കിയൊക്കെ നമ്മൾ കഴുകിയൊക്കെ വിരിച്ചിടുമ്പോൾ നമ്മൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പൊളിഞ്ഞു വരും കേട്ടോ. അതിപ്പോൾ ഇപ്പോഴാണ് ഒരുപാട് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് വേറെ ഡ്രൈ ഷീറ്റായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഫുള്ള് ആ പ്ലാസ്റ്റിക് കോട്ടിങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ ഇപ്പം എത്രയായി, 3.5 മാസത്തോളം ഞാനത് യൂസ് ചെയ്ത്. ഇപ്പം എനിക്ക് 3.5 മാസം. അപ്പം അത്രയും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ആ ഒരു റേറ്റ് വെച്ചിട്ടും ആ ഒരു ക്വാളിറ്റി വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു സർഫേസ് ഇങ്ങനെ റഫായി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ ഒരു ക്ലോത്ത് ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് ഓക്കെ ആണത്. അപ്പോൾ അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പൗഡർ ടിന്നാണ് കേട്ടോ. പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ചിലർ യൂസ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട്, ഈ അലർജിയുടെ പ്രശ്നമൊക്കെ വരണതുകൊണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇവിടെ എല്ലാവർക്കും എനിക്ക് പിരി എഴുതി കൊടുക്കുന്നതാണ് ഇഷ്ടം. പേരില്ലാതെ കാണുമ്പോൾ എന്തോ പോലാന്നും പറഞ്ഞിട്ട് പിരി എഴുതിപ്പിക്കും. അപ്പോൾ അതൊന്നും പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിരികത്തിൽ കൺമിഷ എഴുതണോടത്ത് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. അതല്ലാതെ മേത്തും ഇടാറുണ്ട് കേട്ടോ. വേണ്ടിയിട്ട് ലോഷൻ ഇട്ടതിന് ശേഷം പൗഡർ ഇടാറുണ്ട്. അപ്പോൾ ഈ പൗഡർ ടിന്നും ഈ ഒരു പഫുമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ പഫ് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ലിഡ് ഉണ്ടല്ലോ, കൊട്ടിയപ്പോൾ പൗഡർ താഴത്തോട്ട് വീണിട്ടുണ്ട്. ഈ ഒരു ലിഡ് ഇങ്ങനെ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്താണ് പൗഡർ ഇട്ടിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും വരും എന്നാണ് പറയണത്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഹോളുള്ളൂ. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് പൗഡർ പുറത്തോട്ട് വരുള്ളൂ. അപ്പം നമ്മൾ കൊച്ചിൻ്റെ മേത്ത് യൂസ് ചെയ്യാൻ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ, അത് നല്ലപോലെ പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനപ്പോൾ യൂസ് ചെയ്യണത് ഇതിൻ്റെ അകത്ത് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധാ പൗഡർ ടിന്നും പഫും യൂസ് ചെയ്യണ പോലെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാറ്. യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് വലിയ ആൾക്കാരുടെ മേത്തിട്ട് ഇതാക്കുമ്പോഴാണ് അതിൽ നിന്ന് വരുന്നത്.
കൊച്ചിൻ്റെ മേത്ത് നമുക്ക് അത്രയും ബലം കൊടുത്തിട്ടൊന്നും പ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ രീതിയിലാണ് ഞാനത് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ സെബാമെഡിൻ്റെ ഈ പൗഡറാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ പൗഡർ ടിന്നാണിത്. അപ്പം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിന് പിടി എഴുതി കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് മേത്ത് ലോഷൻ ഇട്ടതിന് ശേഷം ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഷനും മസാജിങ് ഓയിലൊക്കെ എൻ്റെ ഒരു കസിൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായി. അവൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ പൗഡർ ഞാനപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ റിവ്യൂ ഒന്നും പറയാനില്ലല്ലോ. സെബാമെഡിൻ്റെ പൗഡറാണ് ഇതാണ് മേടിച്ചിട്ടുള്ളത്. ചെറിയ ടിന്നാണ് മേടിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ മേടിക്കാമല്ലാന്ന് ഓർത്തിട്ട്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഉണ്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നെയിൽ കട്ടറല്ല, നെയിൽ ട്രിമ്മറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇത് ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് ഷെയ്ഡിലുള്ള ട്രിമ്മേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് മെഷീൻ വരുന്നത്. ഇതിങ്ങനെ നമുക്ക് തരുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നത് ബാറ്ററി വെച്ചിട്ടാണ്. അപ്പോൾ ബാറ്ററി നമ്മൾ വേറെ മേടിച്ച് തരണം. ഇത് ഒരുപാടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന നെയിലുണ്ടല്ലോ, അവരുടെ ഇങ്ങനെ ഒരു തീരെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കണം, ആ നെയില് ട്രിം ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ്. കാര്യം ഞാൻ അപ്പം യൂസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ പോകുമായിരുന്നു കേട്ടോ. പിന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആ നഖം മാറിയിട്ട് നോർമൽ നഖം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റാ ഷേപ്പിലാണ് കേട്ടോ നഖം ട്രിമ്മായി പോണത്. സൈഡൊന്നും പോകണുണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മൾ വേറെ എക്സ്ട്രാ കട്ട് ചെയ്യണം. കാര്യം എൻ്റെ അറ്റം കൊള്ളുമ്പോൾ പിള്ളേരുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ മേത്ത് കൊള്ളുമ്പോഴാണെങ്കിലും നമുക്ക് വേദന എടുക്കും കേട്ടോ. ആ രീതിയിലായിരുന്നു കട്ടായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിത് യൂസ് ചെയ്യാറില്ല. പിന്നെ വേറൊരു നെയിൽ കട്ടർ മേടിച്ചിട്ട് അതാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതത്ര എനിക്ക് വലിയ യൂസായിട്ട് തോന്നിയിട്ടില്ല. തുടക്ക സമയത്ത് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതധികം ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. ആ ഒരു കുറച്ച് നാൾ, ആ ഒരു 3-4 പ്രാവശ്യം എന്താ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നെയിൽ കട്ടറിലാണ് കട്ട് ചെയ്യണത്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതേ ബേബി ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. ലവ് ലാപ്പിൻ്റെയാണ് ഞാൻ മേടിച്ച് യൂസ് ചെയ്തേക്കണത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ആദ്യം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണ ആ സമയത്ത് നമ്മളെല്ലാം മേടിച്ച് വെക്കുമല്ലോ, ആ ടൈമിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്. അപ്പം ആദ്യം തന്നെ മേടിച്ചത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് വലിയ പാക്കറ്റ് മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു 500 ml ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ്. കാര്യം എല്ലാ സ്റ്റെയിനും പോകുന്നുണ്ട്, അത്യാവശ്യം നല്ലപോലെ പതയും ഉണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ല്, ഒരുപാട് ഒന്നും കൊച്ചിന് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല കേട്ടോ. നോ ഇറിറ്റേഷൻ, നോ ഇച്ചിങ്, അതേപോലെ നോ ടോക്സിക് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജി ടെസ്റ്റഡ് ഒക്കെയാണ് എല്ലാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞിരിക്കണതാണ്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ റീഫിൽ ചെയ്യുമല്ലോ നമ്മൾ പാക്കറ്റിൽ വന്നത്, അത് മേടിച്ചിട്ടാണ് കേട്ടോ. 1000 ml ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇതിൽ റീഫിൽ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രോഡക്റ്റാണ് ഞാൻ കൊച്ചിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എമ്മി ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കിടത്തിയ കരച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ പയ്യെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വൈബ്സാണ് കേട്ടോ. തിരിഞ്ഞ് പോയി മീമിയുടെ വൈബ്സാണ്. ഇതാണ് കേട്ടോ ഞാൻ ഇവനെ യൂസ് ചെയ്യാറ്. തുടക്കത്തിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു വൈബ്സാണ്. അത് ഞാൻ ഇവിടെ നിന്ന് ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ഈ ഒരു വൈബ്സാണ് മേടിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് കൊള്ളാം, നല്ല വാട്ടർ കണ്ടൻ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതിന് ശേഷം തൊട്ട് ഇതാണ് യൂസ് ചെയ്യാറ്. 3 എണ്ണം വരുന്ന കോംബോ പാക്കാണ് ഞാൻ മേടിക്കാറ്. എന്തോ ഒരു 300 താഴെ നമുക്ക് കിട്ടും, 200 സംതിങ് എന്തോ റേറ്റ് ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ മേടിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഇത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡിറ്റർജൻറ്റ് കാണിച്ചില്ലേ, ലിക്വിഡ് ഡിറ്റർജൻറ്റ്, അതിൻ്റെ തന്നെ കമ്പനി ലവ് ലാപ്പിൻ്റെ മോയ്സ്ചറൈസിങ് വൈബ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത്.
ഇതും സെയിം പോലെ തന്നെ നല്ല വാട്ടർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ തീർന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വരാൻ ലേറ്റായ സമയത്ത് ഞാനൊരു ഹിമാലയയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്താലാണ് നമുക്ക് ഒന്നുകൂടെ ക്ലീൻ ആവണ പോലെയും അതേപോലെ ഒന്ന് അവിടെ നനച്ച് തുടച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. കാര്യം നമ്മൾ കൂടുതലും ഇതാണല്ലോ യൂസ് ചെയ്യാറ്, ഒരുപാട് നനച്ച് തുടക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടാണ്ട് വന്നപ്പോഴാണ് ഇത് മേടിച്ചത്. രണ്ടും ഒരേ ലെവൽ തന്നെയാണ്, കൊള്ളാം, രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മേടിക്കൽ ഡയപ്പർ ഞാൻ ഓൺലൈനാണ് മേടിക്കൽ. കാര്യം ഓഫറിൽ കിട്ടൽ ഓൺലൈൻ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും ഓഫറിൽ കിട്ടുള്ളൂ. ഞാൻ മേടിക്കുന്നത് മമ്മി പോക്കോ പാൻസിൻ്റെ ഒരു 87 പീസസ് വരുന്ന വലിയ പാക്കാണ് കേട്ടോ ഞാൻ മേടിക്കൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇടാം, വൈബ്സും ഡയപ്പറിൻ്റെ. കാര്യം അതിൻ്റെ റിവ്യൂ വേറെ ഇടാം. ഞാൻ വേറെ 2-3 കമ്പനിയുടെ യൂസ് ചെയ്തിട്ട് ഓൺലൈനിൻ്റെയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ മോംസിനും അപ്കമിങ് മോംസിനൊക്കെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.